അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും അൽകുനൂസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇൽമുൻ നഹ്വാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൽമുൻ നഹ്വിലെ അൽ ബിനാഉ വൽ ഇഅറാബു, അതിൽ തന്നെ ഇഅറാബിലെ ഇഅറാബുൽ ലഫ്ളിഹി വ തഖ്ദീരി എന്ന വിഷയമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇഅറാബ് തഖ്ദീരിൽ 5 ഇനങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ നിന്ന് ഒന്നാമത്തെ ഇനമായ മഖ്സൂറായ ഇസ്മ, അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നോക്കാം നമുക്ക്. അൽ ഇസ്മുൽ മഖ്സൂർ. എന്താണ് മഖ്സൂറായ ഇസ്മ? ഹുവ കുല്ലുസ്മിൻ മുഅറബിൻ ആഖിറുഹു അലിഫുൻ ലാസിമത്തുൻ. അവസാനം അലിഫുള്ള എല്ലാ മുഅറബായ ഇസ്മുമാണ് മഖ്സൂറായ ഇസ്മ എന്ന് പറഞ്ഞാൽ. ഉദാഹരണം ഫത, ഹുദ, അസ, റിള, റിബ, മുസ്തഫ, ളുഹ, മൗല എന്നൊക്കെ പറയും പോലെ ചില വാക്കിൻ്റെ അവസാനത്തിൽ യാ കാണുന്നുണ്ട്, പക്ഷേ ഉച്ചരിക്കുന്ന സമയത്ത് അത് അലിഫായിട്ടാണ് അതിനെ പരിഗണിക്കുന്നത്. ഹുക്കുമുഹു, ഈ മഖ്സൂറായ ഇസ്മിൻ്റെ ഹുക്കുമ് തുഖദ്ദറു അലൈഹിൽ ഹറകാത്തു സലാസു, 3 ഹർക്കത്തുകളും സങ്കല്പിക്കപ്പെടും. 3 ഹർക്കത്തുകൾ എന്ന് പറയുമ്പോൾ ലമ്മത്ത്, ഫത്ഹത്ത്, കസ്റത്തെല്ലാം സങ്കല്പിക്കപ്പെടും. വയംനഉ മിൻ ളുഹൂരിഹ അത്തഅദ്ദുറു, അത് വെളിവാകുന്നതിൽ നിന്ന് തടസ്സം നിൽക്കുന്നുണ്ട്. ഇതുപോലെ നെഹു കലിമത്ത് അൽ ഹുദ ഫിൽ ആയാത്തിൽ ആത്തിയ, ശേഷം വരുന്ന ആയത്തുകളിലെ ഹുദ എന്ന പദം പോലെ. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, ജാഅഹുമുൽ ഹുദ, ജാഅഹുമുൽ ഹുദ. ഇവിടെ അൽ ഹുദ എന്നുള്ളത് ഫായിലാണ്, ജാഅൻ്റെ ഫായിലാണ് ഹുദ എന്നുള്ളത്. അതോടൊപ്പം മർഫൂഅ്, റഫ് ചെയ്യപ്പെട്ടതുമാണ്. വഅലാമത്തു റഫ്ഇഹി, അതിൻ്റെ റഫ്ഇൻ്റെ അടയാളം അല്ലമ്മത്തുൽ മുഖദ്ദറത്തു അലാ ആഖിരിഹി, അതിൻ്റെ അവസാനത്തിൽ, അതായത് അലിഫിൻ്റെ മുകളിൽ മുഖദ്ദറത്തായ ലമ്മത്ത് കൊണ്ടാണ് ഇവിടെ റഫ്. മുനിയ മിൻ ളുഹൂരിഹ അത്തഅദ്ദുറു, തടസ്സമുണ്ടായതുകൊണ്ട് അത് വെളിവാക്കാൻ പ്രയാസമാണ്. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, രണ്ടാമത്തെ ആയത്ത് ഖാല തആല സമിഅനൽ ഹുദ. ഇവിടെ അൽ ഹുദ എന്നുള്ളത് മഫ്ഊലൻ ബിഹിയാണ്, മൻസൂബുമാകുന്നു. വഅലാമത്തു നസ്ബിഹി, അതിൻ്റെ നസ്ബിൻ്റെ അടയാളം ഇവിടെ അൽ ഫത്ഹത്തുൽ മുഖദ്ദറ അലാ ആഖിരി, അവസാനത്തിൽ സങ്കല്പിക്കപ്പെടുന്ന ഫത്ഹത്ത് കൊണ്ടാണ് ഇവിടുത്തെ നസ്ബ്. മുനിഅ മിൻ ളുഹൂരി തഅദ്ദുറു, ഇവിടെയും വെളിവാക്കൽ പ്രയാസമായതുകൊണ്ടാണ്. മൂന്നാമത്തെ ഉദാഹരണത്തിൽ ഖാല തആല അർസല റസൂലഹു ബിൽ ഹുദ. ഇവിടെ ഹുദ എന്നുള്ളത് ഇസ്മുൻ മജ്റൂറുൻ ബിൽ യാ, യാ കൊണ്ട് ജറ് ചെയ്യപ്പെട്ട ഇസ്മാണ് ഹുദ എന്നുള്ളത്. ഇവിടെ ജറിൻ്റെ അടയാളം അതിൻ്റെ അവസാനത്തിൽ സങ്കല്പിക്കപ്പെടുന്ന കസ്റത്ത് കൊണ്ടാണ്, അവിടെയും വെളിവാകൽ പ്രയാസമാണ്. അപ്പോൾ ഇവിടെ 3 ഉദാഹരണങ്ങൾ ഹുദ എന്നുള്ള ഒരേ വാക്ക് തന്നെ 3 സന്ദർഭങ്ങളിലായിട്ട്, മർഫൂവിൻ്റെ അവസരത്തിൽ, മൻസൂബിൻ്റെ അവസരത്തിൽ, മജ്റൂറിൻ്റെ അവസരത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ 3 സമയത്തും നമുക്ക് കാണുമ്പോൾ ഒരുപോലെയാണ്. അവിടെ തഖ്ദീറിലാണ് അതിൻ്റെ ഇറാബ് ഉള്ളത്, അതിൻ്റെ അവസാനത്തിൽ സങ്കല്പിക്കപ്പെട്ട രൂപത്തിലാണ് അതിൻ്റെ ഇറാബ് ഉള്ളത്. ഈ രൂപത്തിൽ അവസാനം നിർബന്ധമായും അവസാനം അലിഫുള്ള എല്ലാ മുഅറബായ ഇസ്മിനെ കുറിച്ചുമാണ് നമ്മൾ മഖ്സൂറായ ഇസ്മ എന്ന് പറയുന്നത്. അതിനിടയിൽ ഒരു ചെറിയൊരു പോയിൻ്റ് കൂടി നമ്മൾ ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട്, ഇൻ ഖാല ഖായിലുൻ, ഒരാൾ ചോദിക്കുകയാണ്, ലിമലാ യുഅദ്ദുൽ മഖ്സൂർ മിനൽ മബ്നി, എന്തുകൊണ്ട് മഖ്സൂറിനെ മബ്നിയിൽ എണ്ണപ്പെടുന്നില്ല? ലിസബാത്തിഹി അലാ ഹാലത്തിൻ വാഹിദിൻ, 3 അവസരം നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഒരുപോലെ രൂപത്തിലാണല്ലോ, അങ്ങനെയാണെങ്കിൽ മബ്നിയിൽ എണ്ണപ്പെടാമായിരുന്നില്ലേ? അതിനുള്ള മറുപടിയാണ് പറയുന്നത്, ഇന്നമാ സബാത്തു അലാ ഹാലത്തിൻ വാഹിദത്തിൻ ഫിൽ ളാഹിരി ഫഖത്ത്, ളാഹിറിൽ മാത്രമാണത് ഒരേ അവസ്ഥയിൽ കാണുന്നത്. അതേസമയത്ത് വൽ ഹഖു അന്നഹു മുതഗയ്യിറുൻ ഫി തഖ്ദീരി, യഥാർത്ഥത്തിൽ അത് സങ്കല്പനത്തിൽ അത് വ്യത്യാസപ്പെടുന്നുണ്ട്. വ ദലീലു ദാലിക, അതിനുള്ള തെളിവ് അന്നഹു യുസന്ന വ യുജ്മഉ, അതിനെ തസ്നിയാക്കപ്പെടുന്നുണ്ട്, ഈ മഖ്സൂറായ ഇസ്മിനെ തസ്നിയാക്കപ്പെടുന്നുണ്ട്. വയുജ്മഉ, അതിനെ ജംആക്കപ്പെടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഫയതഗയ്യറു ആഖിറുഹു, അതിൻ്റെ അവസാനത്തിൽ മാറ്റം വരുന്നുണ്ട്. എന്നാൽ അമ്മൽ മബിനിയു, മബിനിയായ ഇസ്മ ഫലാ യുസന്ന, അതിനെ തസ്നിയാക്കപ്പെടുകയില്ല. വലാ യുജ്മഉ, ജംഉമാക്കപ്പെടുകയില്ല. ഫയസിഹു അൻ തുസന്നിയ വ തജ്മഅ നഹ്വൽ ഫത വൽ അസ. ഫത, അസ തുടങ്ങിയ ഇസ്മകളിൽ തസ്നിയയും ജംഉമെല്ലാം സ്വഹിയാകും. എന്നാൽ വലാ യസിഹു ഹാദ ഫീ നഹ്വി ഹാ ഉലായി ഒമൻ, ആഹുലായി, മൻ എന്നതുപോലത്തെ മബിനിയായ ഇസ്മുകളിൽ ഒരിക്കലും ഈ തസ്നിയയും ജംഉം സ്വഹി ആവുകയില്ല.
ഇനി രണ്ടാമത്തെ തഖ്ദീരിയായ ഇറാബിൻ്റെ ഇനം മങ്കൂസായ ഇസ്മ. അൽ ഇസ്മുൽ മങ്കൂസ്. എന്താണ് മങ്കൂസായ ഇസ്മ? വകുല്ലു ഇസ്മിൻ മുഅറബിൻ ആഖിറുഹു യാ ലാസിമത്തുൻ മക്സൂറത്തുൻ മാ ഖബലൻ. അവസാനം യാവും അതിനു മുമ്പ് കെസറുമുള്ള എല്ലാ മുഅറബായ ഇസ്മുമാണ് മങ്കൂസായ ഇസ്മ. ഇതുപോലെ ഖാദി, ദാഇ, ഷാഫി, മുഹ്തദി, മവാലി, തറാഖി, ജവാരി, ഐദി. ഈ ലഫ്ദുകളുടെ എല്ലാം അവസാനം യാ ആണ്, അതിൻ്റെ മുമ്പ് കെസറുമാണ്. ഇതിൻ്റെ ഹുക്മ നോക്കാം. ഹുക്മുഹു തുഖദ്ദറു അലൈഹി ലമ്മത്തു വൽ കസ്റത്തു. ഇതിൽ ലമ്മത്ത്, കസ്റത്ത് ഈ രണ്ട് ഹർക്കത്തുകളാണ് സങ്കല്പിക്കപ്പെടുന്നത്. വയംനഹു മിൻ ളുഹൂരിഹിമ അസ്സിഖലു. അത് രണ്ടും വെളിവാകുന്നതിൽ നിന്ന് തടസ്സം നിൽക്കുന്നത് സിഖലാണ്, അതായത് ഭാരമാകുന്നത്. അമ്മൽ ഫത്ഹത്തു എന്നാൽ ഫത്ഹത്ത് ഫതൽഹറു അലൈഹിൻ്റെ മേലിൽ വെളിവാകും. ലിഖഫത്തിഹ, ആ ഫത്ഹത്ത് ഖഫീഫായതിന് വേണ്ടി, ലഘുവായതിന് വേണ്ടിയിട്ട്. നമുക്ക് നോക്കാം. നഹ്വു കലിമത്തു ഐദി എന്നുള്ള പദം ഫിൽ ആയാത്തിലാത്തിയ ശേഷം വരുന്ന ആയത്തുകൾ. ഒന്നാമത്തെ ഉദാഹരണം ദാലിക ബിമാ ഖദ്ദമത് ഐദീക്കും. ഇവിടെ ഐദീക്കും എന്നുള്ളത് ഖദ്ദമത്ത് എന്നുള്ള ഫീലിൻ്റെ ഫായിലാണ്. അതോടൊപ്പം ഫായിലാകുമ്പോൾ മർഫു ആണല്ലോ. ആ റഫ് അലാമത്ത് റഫ്ഇഹി, അതിൻ്റെ റഫ്ഇൻ്റെ അടയാളം അല്ലമ്മത്തുൽ മുഖദ്ദറത്തുൽ യാ, യാഇൻ്റെ മേൽ സങ്കല്പിക്കപ്പെടുന്ന ലമ്മത്ത് കൊണ്ടാണ് ഇവിടെ റഫ്. വനിയമിൻ ളുഹൂരിഹ, അവിടെ വെളിവാകാൻ സിഖലാണ് അതിന് തടസ്സം നിൽക്കുന്നത്. ഇനി മറ്റൊരായത്ത് നോക്കാം. ഖാല തആല കുഫു ഐദിയക്കും. ഇവിടെ ഐദിയക്കും എന്നുള്ളത് കുഫു എന്ന ഫീലിൻ്റെ മഫ്ഊലാണ്. അപ്പോൾ മഫ്ഊലും ബിഹി മഫ്ഊലുൻ മൻസൂബാണല്ലോ. അവിടെ നസ്ബിൻ്റെ വഅലാമത്ത് നസ്ബിഹി അൽ ഫത്ഹത്തുൽ ലാഹിറ. ഇവിടെ നസ്ബ് ലാഹിറത്തായ ഫത്ഹത്ത് കൊണ്ട് തന്നെയാണ്. ഇവിടെ സങ്കല്പിക്കുന്നില്ല, കാരണം യാഇൻ്റെ മേലിൽ ഫത്ഹത്തത് സിഖലാകുന്നില്ല, ഖഫീഫായതിന് വേണ്ടിയിട്ട്. മൂന്നാമത്തെ ഉദാഹരണം ഖാല തആല വലാ തുൽഖൂ ബി ഐദീക്കും ഇല തഹ്ലുക. ഇവിടെ ഈ ഐദീക്കും എന്നുള്ളത് മജ്റൂറും ബിൽ യാഇ, യാ കൊണ്ട് ജർ ചെയ്യപ്പെട്ട ഇസ്മാണല്ലോ. ഇവിടെ ജറിൻ്റെ അടയാളം അലാമത്ത് ജരി അൽ കസ്റത്തുൽ മുഖദ്ദറത്തുൽ യാ, യാഇൻ്റെ മേൽ സങ്കല്പിക്കപ്പെടുന്ന കസ്റത്ത് കൊണ്ടാണ്. ഇവിടെ തടസ്സം നിൽക്കുന്നതും സിഖലാണ്. ലാഹദന അന്നല്ലദി യുഖദ്ദറു അൽ ഇസ്മിൽ മൻഖൂസിൻ അല്ലമ്മത്തു വൽ കസ്റത്തു ഫഖത്ത്. നമ്മൾ നിരീക്ഷിക്കുമ്പോൾ മങ്കൂസായ ഇസ്മിൽ സങ്കല്പിക്കപ്പെടുന്നത് അത് ലമ്മത്തും കസ്റത്തും മാത്രമാണ്. അമ്മൽ ഫത്ഹത്തു എന്നാൽ ഫത്ഹത്ത് ഫതുൽഹറു അതിനെ വെളിവാക്കപ്പെടും. കാരണം അന്നഹ ഖഫീഫത്തുൻ, അത് ഖഫീഫയാണ്. ഒമിൻ അംസലത്ത് ദുഹൂരിൽ ഫത്ഹത്ത് ഏതാണ്, വീണ്ടും ഫത്ഹത്തിന് പ്രകടമാക്കിയതാണ്. ഉദാഹരണങ്ങൾ നോക്കാം. ഒന്നാമത്തത് വയത്തബിഊന ദാഇയ. കണ്ട, യത്തബിഊന എന്ന ഫീലിൻ ആ ഫീലിൻ്റെ മഫ്ഊലായിട്ട്, ഫീൽ മീർ ഫായിലിൻ്റെ മഫ്ഊലാണ് ദാഇയ എന്നുള്ളത്. അതുപോലെ ഇന്നി ഖിഫ്തുൽ മവാലിയ, അതിൻ്റെ മഫ്ഊലാണ് മവാലിയ എന്നുള്ളത്. കല്ല ഇദാ ബലഗത് തറാഖിയ. ഇതൊക്കെ അവസാനം യാവും അതിന് മുമ്പ് കസ്ർ വന്ന ഇസ്മുകളാണ്, മങ്കൂസായ ഇസ്മുകളാണ്. ഇതെല്ലാം ഫത്ഹത്ത് നമുക്ക് ലാഹിറിൽ മനസ്സിലാക്കാം. ചുരുക്കി പറഞ്ഞാൽ മങ്കൂസായ ഇസ്മ്, മക്സൂറായ ഇസ്മ്. മക്സൂറായ ഇസ്മിൽ 3 ഹർക്കത്തുകൾ ലമ്മത്ത്, ഫത്ഹത്ത്, കസ്റത്ത്. ഇത് മൂന്നും നമ്മൾ എന്ത് ചെയ്യും, സങ്കല്പിക്കപ്പെടുന്നതാണ്. എന്നാൽ മങ്കൂസായ ഇസ്മിൽ അവിടെ ഫത്ഹത്ത് ലാഹിറിലായിരിക്കും, അതേസമയത്ത് ലമ്മത്തും കസ്റത്തും അത് സങ്കല്പിക്കപ്പെടും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി തന്നെ മനസ്സിലാക്കുക.